ടോട്ടൽ 100 മാർക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഒരു 40 ചോദ്യങ്ങൾ വളരെ ഈസിയാണ്, ദെൻ 33 ചോദ്യങ്ങൾ ആവറേജ് ആണ്, ദെൻ 27 ചോദ്യങ്ങൾ എബോ ആവറേജ് ആൻഡ് ടഫ് ആണ്. ഇത് ഞാൻ എവിടെ ഇരുന്ന് നോക്കുമ്പോഴുള്ള കാര്യമാണ്, വീട്ടിലിരുന്ന് ചോദ്യ പേപ്പർ എടുത്ത് വെച്ച് നല്ല ഫ്രീ ആയിട്ട് നോക്കുമ്പോഴുള്ള കാര്യമാണ്. ഹായ്, അങ്ങനെ മൂന്നാം ഘട്ടം ഇപ്പോൾ തൃശ്ശൂർ, പത്തനംതിട്ട, കാസർഗോഡ് കഴിഞ്ഞു. അപ്പോൾ ഈ 3 ഘട്ടങ്ങളും നടന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സാധാരണഗതിയിൽ LDC പല ഘട്ടങ്ങളായി നടക്കുന്ന സമയത്ത് ഈ ജില്ലകളൊക്കെ തമ്മിലുള്ള പരീക്ഷകളിൽ നല്ല അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ അത്തരം ഒരു ബന്ധം വളരെ കുറവാണ്. ചില ചോദ്യങ്ങൾ, ചില ചോദ്യ ഏരിയകളൊക്കെ ആവർത്തിച്ച് സമാന ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ഒരു ഉണ്ടായിരുന്ന പോലെയുള്ളൊരു ബന്ധം ഇത് കുറവുണ്ട്. അത് 2021 മുതൽ PSCയുടെ പാറ്റേണിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റവും ചോദ്യ രീതികളിൽ വന്നിട്ടുള്ള മാറ്റവും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് വന്നിട്ടുള്ള ഒരു മാറ്റവും എവിടെയും പ്രതിഫലിക്കുന്നുണ്ട്. ഈ ഘട്ടം ഘട്ടമായി നടക്കുന്ന എക്സാമിലും അത് വന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു എന്താണ്, ഒരു തവണ വന്ന ചോദ്യം അതിന് സമാനമായിട്ട് ഇവിടെ വരിക, അവിടെ വരിക അങ്ങനെയുള്ള ഒരു ആവർത്തനം ഇല്ല. പക്ഷേ ഇവിടെ എന്താണ് പ്രത്യേകത, ഇവിടെ ഓരോ ഘട്ടങ്ങളിലും ചില ഏരിയകൾ ഭയങ്കര ടഫ് ആവുകയും ബാക്കിയുള്ളത് ഈസി ആവുന്നു. അത് ഓരോ ഘട്ടങ്ങളിലും മാറി മാറി വരുന്നു. അതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അല്ലേ. കഴിഞ്ഞ തവണത്തെ പരീക്ഷയിൽ എന്താണ് ഭരണഘടനാ ഏരിയകൾ, അങ്ങനെ കുറേ ഏരിയകൾ വളരെ ടഫായി മാറി. അതേസമയം ഇവിടെ എന്താണ് കലാകായികം, സാഹിത്യ മേഖല അത് മുൻപെങ്ങും ഇല്ലാത്ത വിധം എന്തായി ടഫായി. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിൽ എന്താണ് ടഫ് ആവുക, ബാക്കിയുള്ളത് ഈസി ആവുക, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ 1ഉം 2ഉം ഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു ചെറിയ രീതിയിലെങ്കിലും എന്താണ് കുറച്ചൊന്ന് എളുപ്പമാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം അതായത് പരമ്പരാഗതമായിട്ട് ടഫായി വരുന്ന ഏരിയകൾ ഈസി ആയതുകൊണ്ട് കൂടുതൽ ആളുകളും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതൊരു ഈസി ക്വസ്റ്റൻ ആയിട്ടാണ് തോന്നുക. പിന്നെ പ്രത്യേകിച്ചും വീട്ടിലിരുന്ന് ക്വസ്റ്റൻ പേപ്പർ നോക്കുന്ന ആളുകൾക്ക് പലതും പറയാനുണ്ടാവുമല്ലോ അല്ലേ. ഉദ്യോഗാർത്ഥികളാണെങ്കിലും അവർ എഴുതിയ എക്സാം എന്തായിരിക്കും, എക്സാം ഹാളിൽ ടഫും അല്ലാത്തത് വീട്ടിലിരുന്ന് നോക്കുമ്പോൾ എളുപ്പം എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും പോവുക. ആ രീതിയിലാണ് കമൻറ്റുകളും കാണുക. ഓക്കെ, അപ്പോൾ ഞാനിത് വീട്ടിലിരുന്നാണ് ഈ ക്വസ്റ്റൻ പേപ്പർ നോക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസാരമാണ്. അത് വെച്ചിട്ട് നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ അത് എക്സാം ഹാളിൽ എങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം സമ്മർദ്ദം ഉണ്ടാവും, ഏത് രീതിയിലായിരിക്കും നിങ്ങൾ അപ്രോച്ച് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ ഒരു വിശകലനവും കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഏരിയ ചരിത്രം എടുക്കുകയാണെങ്കിൽ ചരിത്രം വളരെ എളുപ്പമായിരുന്നു. മുൻ പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഇവിടെ 6 മാർക്കിനുള്ള ചോദ്യങ്ങളിൽ 4 ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു, വളരെ എളുപ്പമായിരുന്നു. 2 ക്വസ്റ്റ്യൻസ് ആവറേജും. ഒരു ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാവുന്ന ക്വസ്റ്റ്യൻസേ ഇല്ലായിരുന്നു. മുൻ പരീക്ഷകളിലെ പോലെ തന്നെ കേരളത്തിൻ്റെ ഒരൊറ്റ ചോദ്യം മാത്രമേ വന്നിട്ടുള്ളൂ, ഇന്ത്യ 3ഉം ലോകം 2ഉം. ആ രീതിയിൽ 6 ചോദ്യങ്ങൾ വന്നു. പക്ഷേ ഇവിടെ എന്ത് വന്നിട്ടില്ല, കറണ്ട് അഫയേഴ്സ് എന്ന് ഒരൊറ്റ ചോദ്യം പോലും ചരിത്രം എന്നുള്ള ആ ഒരു ഭാഗത്ത് വന്നിട്ടില്ല. ദെൻ അതേസമയം ഭൂമിശാസ്ത്രത്തിൽ 6 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് വന്നു. അവിടെയും ഇതേ അനുപാതം തന്നെ. കേരളം ഒരു ചോദ്യം മാത്രമാണ് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യ 3, പൊതുഭൂമിശാസ്ത്രം 2 എന്ന രീതിയിലാണ്. കേരള ചരിത്രവും കേരള ഭൂമിശാസ്ത്രവും ഒക്കെ ഓരോ ചോദ്യങ്ങൾ വീതം തന്നെയാണ് കഴിഞ്ഞ ഘട്ടങ്ങളിലും വന്നിട്ടുള്ളത്. ദെൻ ഇവിടെയുള്ള 6 ചോദ്യങ്ങളിൽ 3 എണ്ണം വളരെ ഈസി ചോദ്യങ്ങളായിരുന്നു, 1 ആവറേജ് ആണ്. 2 എണ്ണം വേണമെങ്കിൽ നമുക്കൊരു എബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താം. ടഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു എബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താം. പക്ഷേ അന്ന് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒരു സമയത്തോട് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. അതേസമയം പരീക്ഷാ ഹാളിലെ സമ്മർദ്ദത്തിൽ ചിലപ്പോൾ മുഴുവനായിട്ടും ആ രീതിയിൽ മൈക്രോ ലെവലിൽ നോക്കാൻ പറ്റാത്തത് കൊണ്ട് ടഫായി തോന്നിയിട്ടുണ്ടാവും. അവസാനം കുറച്ച് സമയമൊക്കെ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും എളുപ്പമായിട്ട് മാറിയിട്ടുണ്ടാവും. ദെൻ സാമ്പത്തിക ശാസ്ത്രം 7 മാർക്കിനാണ് വന്നത്. 2 മാർക്ക് കറണ്ട് അഫയേഴ്സ് ചോദ്യവും 5 മാർക്ക് അല്ലാതെയും. ആ 7 ചോദ്യങ്ങളിൽ 5 വളരെ ഈസി ആയിരുന്നു, ആവറേജ് 2 ക്വസ്റ്റ്യൻ. മുൻ പരീക്ഷകളിലൊക്കെ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏരിയയാണ് എക്കണോമിക്സ്. പക്ഷേ ഇത്തവണ അവിടെ എന്തായി, വളരെ എളുപ്പമുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ വന്നു. ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ഒരു എബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ക്വസ്റ്റ്യനേ ഇല്ലായിരുന്നു. ദെൻ ഭരണഘടന 5 മാർക്കും 2 മാർക്ക് കറണ്ട് അഫയേഴ്സും, അങ്ങനെ അവിടെ 7 മാർക്കിന് വന്നു. അവിടെയും താരതമ്യേന നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. കഴിഞ്ഞ ഘട്ടത്തിനേക്കാളും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഈസി 2 ചോദ്യങ്ങളാണ്. ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു 4 ചോദ്യം, എബോ ആവറേജ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വേണമെങ്കിൽ പെടുത്താം. ആ രീതിയിൽ മാത്രമേ ഇതിനൊരു ടഫ്നെസ് അവിടെ വന്നിട്ടുള്ളൂ. ദെൻ കേരള ഭരണ സംവിധാനം കഴിഞ്ഞ ഘട്ടത്തിൽ 2ാം ഘട്ടത്തിൽ പൂർണ്ണമായിട്ട് അവഗണിക്കപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു. 2 ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അനുപാതം കൃത്യമായിട്ട് പാലിച്ചു. 5 മാർക്ക് ചോദ്യവും 2 മാർക്ക് അവിടെ നല്ല കറണ്ട് അഫയേഴ്സും, അങ്ങനെ 7 മാർക്കിന് തന്നെ ഇവിടെ പരീക്ഷയിൽ വന്നു. അതിൽ ഒരു ചോദ്യം വളരെ ഈസി ആയിരുന്നു, 3 ചോദ്യം ആവറേജ് ആണ്. ഒരു 3 ചോദ്യങ്ങൾ നമുക്കൊരു എബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന, അല്ലെങ്കിൽ ഇത്തിരി ടഫ് എന്ന് കരുതാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അല്ലേ, മാനസിക സമ്മർദ്ദങ്ങൾ ഏതുമില്ലാതെ വീട്ടിലിരുന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടെത്താനും പറ്റും ആ രീതിയിൽ. ഓക്കെ, അല്ലെങ്കിൽ അവസാനം അല്ലെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യ ടൈമിൽ എന്ത് ചെയ്യും, അറിയുന്നതല്ല നന്നായിട്ട് ചെയ്തു പോയിട്ട് അറിയാത്തതിന് ഒരു മാർക്ക് അല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ 10 അറിയില്ല, ചെറിയൊരു മാർക്ക് മാത്രം ഇട്ടേച്ച് പോവും. അവസാനത്തെ ഒരു 15-20 മിനിറ്റ് എന്ത് ചെയ്യാം,
നമ്മൾ ആ വിട്ട സാധനങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലും മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അല്ലേ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ നോക്കിയിട്ട് ലോജിക്കൽ കറക്കി കുത്തൊക്കെ നടത്തുമ്പോൾ കിട്ടാവുന്ന ചോദ്യങ്ങളുമാണ് താനും. ഓക്കെ, ആ രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങൾ എല്ലാ പരീക്ഷകളിലും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അത്തരത്തിലുള്ള ലോജിക്കൽ കറക്കി കുത്ത് നടത്താവുന്ന ചോദ്യങ്ങളുടെ എണ്ണം എന്ത് ചെയ്യും, കൂടും. സ്വാഭാവികമായിട്ട് നമുക്ക് എളുപ്പമാവും. സ്റ്റേറ്റ്മെന്റിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഗുണമാവുക. കാരണം ഓപ്ഷനുകൾ ക്രമീകരിക്കുമ്പോൾ ചോദ്യകർത്താവിനും പിഴയ്ക്കും. ഇനി 2 സ്റ്റേറ്റ്മെന്റ് മാത്രമുള്ളൂ എന്ന് വിചാരിക്കുക, അതായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടാവുക. കാരണം അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ 1 ശരി 2 ശരി, 1ഉം 2ഉം ശരി 1ഉം 2ഉം തെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ട് അല്ലെ. അവിടെ നമുക്കൊരു ഓപ്ഷൻ വെട്ടിക്കുറച്ചുള്ള പരിപാടിയിൽ സാധ്യത ഇത്തിരി കുറയും. അതേസമയം സ്റ്റേറ്റ്മെന്റിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ ഒരു 3ഓ 4ഓ 5ഓ ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗുണകരമായിട്ട് മാറും. കാരണം ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതിൽ ആ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ഈ പറഞ്ഞ ലോജിക്കൽ കറക്കി കുത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും. ദെൻ കേരള ഭരണ സംവിധാനം കഴിഞ്ഞാൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നോക്കുകയാണെങ്കിൽ സയൻസിൽ പൊതുവെ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഏരിയ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യമാണ്. അത് ബുദ്ധിമുട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. 1-2 ചോദ്യങ്ങൾ ഇത്തിരി ഒരു നിലവാരം കൂടിയതായിരുന്നു. 3 ചോദ്യങ്ങൾ വളരെ ഈസിയാണ്, 2 ചോദ്യങ്ങൾ ആവറേജ് ആണ്, ഒരു 3 ക്വസ്റ്റ്യൻസ് എബോ ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു 3ഓളം ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മൊത്തം 8 ചോദ്യങ്ങൾ വന്നു. 6ആണ് ഇവിടുത്തെ വെയിറ്റേജ്. പക്ഷേ 7 ചോദ്യങ്ങളും വന്നു, ഒരു കറണ്ട് അഫേഴ്സും. അങ്ങനെ 8 ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫിസിക്സ് വളരെ എളുപ്പം. പണ്ടത്തെ ഒരു പാറ്റേണിൽ വളരെ പ്രീവിയസ് ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്ന പോലെ ചോദിച്ച 5 ചോദ്യങ്ങളായിരുന്നു അവിടെ വന്നത്. അതിലൊന്ന് കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ 5 ചോദ്യങ്ങളും എളുപ്പം എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ചോദ്യങ്ങളാണ് ഫിസിക്സിൽ വന്നത്. ദെൻ കെമിസ്ട്രിയുടെ കാര്യത്തിൽ 4 1 5 ചോദ്യങ്ങൾ അവിടെയും വന്നു. അതിൽ 2 ചോദ്യങ്ങൾ വളരെ ഈസിയാണ്, 2 ക്വസ്റ്റ്യൻസ് ആവറേജ് ആണ്, ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒരു എബോ ആവറേജ് കാറ്റഗറി അല്ലെങ്കിൽ ടഫ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചോദ്യം. അങ്ങനെ മൊത്തം 5 ചോദ്യങ്ങളാണ് അവിടെയും വന്നിരിക്കുന്നത്. ദെൻ കലാ, കായികം, സാഹിത്യം, സംസ്കാരം ഈ ഒരു പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച ഏരിയയാണ് ഈ ഒരു ഏരിയ. 5 മാർക്കും 2 മാർക്ക് കറണ്ട് അഫേഴ്സും അടക്കം അങ്ങനെ 7 മാർക്കിന് വന്നു. ആ 7 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങളും നല്ല നിലവാരമുള്ള നല്ല കഠിനമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു, 2 ക്വസ്റ്റ്യൻസ് ആവറേജും. അങ്ങനെ 7 ക്വസ്റ്റ്യൻസ് വന്നതിൽ ഭൂരിഭാഗവും ഒരു ടഫ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്താവുന്ന സാധനമാണ്. അതുകൊണ്ട് ഈ ഒരു ഏരിയ ഉദ്യോഗാർത്ഥികളെ വല്ലാതെ കുഴക്കിയിട്ടുണ്ടാവും. ഈ ഒരു പരീക്ഷയിൽ വല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. ദെൻ കമ്പ്യൂട്ടറിൻ്റെ കാര്യം 3 മാർക്കാണ് വെയിറ്റേജ്, 4 മാർക്കിന് വന്നു, 1 മാർക്ക് കറണ്ട് അഫേഴ്സും. അങ്ങനെ 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ അവിടെ വന്നു. അതിൽ 3 ചോദ്യങ്ങൾ വളരെ ഈസി ആയിരുന്നു, ഒരു ക്വസ്റ്റ്യൻസ് ആവറേജും ഒരു ക്വസ്റ്റ്യൻസ് ഒരു എബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ചോദ്യം. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ സ്ഥിതി. ദെൻ സുപ്രധാന നിയമങ്ങൾ 5 മാർക്കാണ് വെയിറ്റേജ്, 6 മാർക്കിന് വന്നു, ഒരു കറണ്ട് അഫേഴ്സും. അങ്ങനെ 7 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, 2 ഈസി ചോദ്യങ്ങൾ, 3 ആവറേജ്, 2 എബോ ആവറേജ് ചോദ്യങ്ങളും. 2 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. ദെൻ ഇനി ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ 30 മാർക്ക്. ബാക്കി 70 GK കാര്യം ഇതാണ് പറഞ്ഞത്. ദെൻ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ കാര്യത്തിൽ മാത്സ് ഒരു അത്യാവശ്യം ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ജാമിതി എന്നുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിനെ അത് ബുദ്ധിമുട്ടിക്കും. മാത്സിൽ എന്താണ് മാത്സ് ബുദ്ധിമുട്ടായിട്ട് മാത്സൊക്കെ പഠിച്ച് സെറ്റപ്പാക്കി കൊണ്ടുവരുന്ന ആളുകളെ സംബന്ധിച്ചു ജാമിതി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അവിടെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ ഇവിടെ മാത്സ് പൊതുവെ ഒരു മറ്റൊരു വിഭാഗക്കാരെ അല്ലെങ്കിൽ എന്താണ് പറയുക ജാമിതി എന്നുള്ള ചോദ്യങ്ങൾ ഉപരി അതിലൊരു ചോദ്യം വന്നു, പക്ഷേ അതിലുപരി മറ്റുള്ള ചില ചോദ്യങ്ങൾ എന്ത് ചെയ്തു ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു 4ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മാത്സ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആളുകളെ സംബന്ധിച്ച് വിഷയമല്ലേ, അല്ലാതെയുള്ള പൊതുവായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത്. നോക്കാം. അപ്പോൾ ഒരു ഈസി ചോദ്യങ്ങളായിരുന്നു 3 ആവറേജും 4 എബോ ആവറേജ് അല്ലെങ്കിൽ ടഫ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നിലവാരം ഇവിടെ പുലർത്തിയിട്ടുണ്ട്. മാത്സിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നിലവാരം വന്നു. ദെൻ ഇംഗ്ലീഷ് ഒരു ആവറേജ് നിലവാരം വന്നു, ഒരു ഈസി 4 ചോദ്യങ്ങൾ, ആവറേജ് 4 ക്വസ്റ്റ്യൻസ്, എബോ ആവറേജ് ഒരു 2 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ കുറച്ച് താരതമ്യേന കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇംഗ്ലീഷ് വന്നു. ദെൻ മലയാളം ഇത്തിരി അതിനേക്കാളും ഇംഗ്ലീഷിനേക്കാളൊക്കെ കുറച്ചുകൂടെ ടഫ് കൂടി എന്നുള്ളതാണ്, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കൂടി. കാരണം ഒരു എബോ ആവറേജ് കാറ്റഗറിയിൽ ടഫ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു 3ഓളം ചോദ്യങ്ങളും ഈ പറയുന്ന ഒരു 4 ആവറേജ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് അത്യാവശ്യം ഒരു നിലവാരം കൂടിയ ഒരു ഭാഗമായിരുന്നു. മലയാളത്തിൻ്റെ 10 മാർക്ക് എന്ന് പറയുന്നത് ഒരു ഈസി ചോദ്യങ്ങൾ എന്ന് പറയാവുന്നത് ഒരു 3ഓളം ചോദ്യങ്ങൾ മാത്രമായിരുന്നു. ബാക്കിയുള്ളതൊന്നും അങ്ങനെ ഉദ്യോഗാർത്ഥികൾ കണ്ടു പരിചയിച്ച രീതിയിലുള്ള ചോദ്യങ്ങളല്ല, പലപ്പോഴും തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിരുന്നു. ദെൻ ടോട്ടൽ 100 മാർക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഒരു 40 ചോദ്യങ്ങൾ വളരെ ഈസിയാണ്. ദെൻ 33 ചോദ്യങ്ങൾ ആവറേജ് ആണ്. ദെൻ 27 ചോദ്യങ്ങൾ എബോ ആവറേജ് ആൻഡ് ടഫ് ആണ്. ഇത് ഞാൻ എവിടെ ഇരുന്ന് നോക്കുമ്പോഴുള്ള കാര്യമാണ്, വീട്ടിലിരുന്ന് ചോദ്യ പേപ്പർ എടുത്ത് വെച്ച് നല്ല ഫ്രീ ആയിട്ട് നോക്കുമ്പോഴുള്ള കാര്യമാണ്. ഒരു പൊതുവെ ഉദ്യോഗാർത്ഥികളെ വെച്ച് വിലയിരുത്തുന്ന സമയത്ത് ഒരു മത്സരാർത്ഥി അത്യാവശ്യം നല്ല ബുദ്ധിയും അത്യാവശ്യം നല്ല ഓർമ്മശക്തിയും ഒരു മികച്ച റാങ്കൊക്കെ നേടി ജോലി നേടാൻ പര്യാപ്തമായ അറിവുള്ള കഴിവുള്ള ഒരു ഉദ്യോഗാർത്ഥി, അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏകദേശം
40 + 33 ഒരു 73 പ്ലസ് മാർക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റേണ്ടതാണ്. ഇത് എവിടെ വെച്ച് വിലയിരുത്തുമ്പോഴുള്ള കാര്യമാണ്, വീട്ടിലിരുന്ന് വിലയിരുത്തുമ്പോഴുള്ള കാര്യമാണ്. പക്ഷേ എക്സാം ഹാളിൽ ഈ ഉദ്യോഗാർത്ഥി ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇത്ര നേടാൻ കഴിവുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു പക്ഷേ അത്രയും നേടാൻ പറ്റിയെന്ന് വരില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ ആ ഒരു 1.5 മണിക്കൂർ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്ലസന്റ് ഫീലിംഗിലാണ്, ഒരു മൈൻഡിലാണ്, നല്ലൊരു മൈൻഡ് സെറ്റിലാണ് ഉള്ളതെങ്കിൽ ഇയാൾ ഇതിൽ അപ്പുറം നേടുകയും ചെയ്യും. കാരണം ഇവിടെ നിന്നുള്ള കുറേ ചോദ്യങ്ങൾ കിട്ടും. അങ്ങനെ ആദ്യ റാങ്കിലേക്ക് കുതിക്കുന്ന മാർക്ക് നേടാനും പറ്റും. ഇതാണ് ഒരു ഉദ്യോഗാർത്ഥി സംഭവിക്കുന്നത്. ഇവിടെ നിന്ന് ഇയാൾ തന്നെ എങ്ങോട്ടേക്ക് പോവാം, താഴേക്ക് പോവാം, ഇയാൾ തന്നെ എങ്ങോട്ടേക്കും പോവാം, മുകളിലേക്കും പോവാം. അതാണ് സ്ഥിതി. അപ്പോൾ ഇത്രയും മാർക്കുകൾ ഇങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് നേടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്ക് ഒരു പക്ഷേ നമുക്ക് നേടാൻ പറ്റാത്ത എത്രയോ പേരുണ്ടാവും. ഇതിന് അർഹരായിരിക്കും നിങ്ങൾ. പക്ഷെ എന്താണ്, അത് നിങ്ങളുടെ ഈ പരീക്ഷാ ഹാളിലെ സമ്മർദ്ദം കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് മാക്സിമം മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ. നമ്മൾ എൻട്രിയിൽ എത്രയോ കണക്കിന് എക്സാമുകളാണ്, മോഡൽ എക്സാമുകൾ, പിന്നെ എന്താ ടോപ്പിക് വൈസ് എക്സാമുകൾ, ഡെയിലി എക്സാമുകൾ, വീക്ക്ലി റിവിഷൻ എക്സാമുകൾ എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ എക്സാമുകൾ നടത്തുന്ന അതിനാണ്. എക്സാമുകൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. കാര്യങ്ങൾ പഠിക്കുക, റിവിഷൻ ചെയ്യുക മാത്രമല്ല, എക്സാമുകൾ മാക്സിമം എഴുതി ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരും എന്നുള്ള ശീലിച്ച് എന്നെ പോകണം ഇപ്പോഴത്തെ രീതിയിൽ. അങ്ങനെ ശീലിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിലും ഉത്തരം തെറ്റിപ്പോകാതെയും ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഴിവ് ഉണ്ടാക്കിയെടുക്കുന്ന ആളുകൾക്ക് ഇതിലപ്പുറം സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാത്ത ആളുകൾക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ കുറച്ച് ഇടിവ് മാർക്കിൽ ഇടിവ് വന്നിട്ടുണ്ടാവും. അപ്പം താഴോട്ടേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള പകുതി മാർക്കൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ ഒരു റേഞ്ചിൽ നിന്ന് അല്ലേ താഴോട്ടേക്ക് ഇറങ്ങും. അപ്പോൾ അങ്ങനെ നമുക്ക് തൃശ്ശൂരിൻ്റെ സ്ഥിതിയും പത്തനംതിട്ട കാസർഗോഡിൻ്റെ സ്ഥിതിയും, പത്തനംതിട്ട കാസർഗോഡ് ഒരു 50 മുതൽ 56 വരെ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ആ ഒരു റേഞ്ചിലാവാനാണ് സാധ്യത. പത്തനംതിട്ടയും കാസർഗോഡൊന്നും പൊതുവെ അങ്ങനെ കട്ട് ഓഫ് അങ്ങനെ അധികം വർദ്ധിക്കാൻ സാധ്യതയില്ല. ഇത്തവണയോ അങ്ങനെയൊക്കെ തന്നെ ആവുന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ഒരു 50-56 എന്നുള്ള റേഞ്ചിലേക്ക് വരാമെന്നും, ദെൻ തൃശ്ശൂർ 56 to 62 ആ ഒരു റേഞ്ചിലേക്ക് പോകാമെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നും പറയുന്നത് പോലെ ഇത് എനിക്ക് തോന്നുന്ന എൻ്റെ ചിന്താഗതി മാത്രമാണ്. ശരിയാവാം, തെറ്റാവാം എന്നും നിങ്ങളോട് പറയാറുണ്ട്. ആ പറയുന്ന വാചകങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളൊക്കെ സ്ഥിരം കാണുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ പറയുന്നത് എന്താണ്, ഉദ്യോഗാർത്ഥികളായിട്ട് ബന്ധത്തിൻ്റെ പുറത്ത് ഇത് ആവശ്യപ്പെടുന്ന കുറേ പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ അത് വിലയിരുത്തുന്നത് ഉദ്യോഗാർത്ഥികളുടെ കാഴ്ചപ്പാടോടുകൂടി വിലയിരുത്തി ഏകദേശം അല്ലേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം വെച്ച് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ഏകദേശം എന്നുള്ളതിൻ്റെ കണക്കിലൊരു എന്താണ് ചിന്ത മാത്രമാണ്. അത് ശരിയാവാം, തെറ്റാവാം. ഇവിടെ തന്നെ ഇതിൻ്റെ പ്ലസ് എന്നുള്ള ഒരു രീതിയിലേക്ക് പോകാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ മീൻസ് അതായത് 56 to 62. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അപ്പർ ലെവലിലേക്ക് ഇറങ്ങുക, അതായത് 59, 60, 61, 62 ആ റേഞ്ചിലേക്ക്. ഇവിടെ അതേപോലെ തന്നെ ഈ അറ്റത്തേക്ക് അല്ലേ 55, 56, 54, 55, 56 ആ ഒരു റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതലും എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ നന്നായിട്ട് എഴുതി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അത്യാവശ്യം പ്രതീക്ഷ പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്ത ആളുകൾ വിഷമിക്കാതിരിക്കുക. ഈ ഒരു ലെവലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്, അത് വിടാതിരിക്കുക. ഇനി വരാൻ പോകുന്ന തൊട്ട് മുന്നിലുള്ള മറ്റു പരീക്ഷകൾക്ക് വേണ്ടി കൂടെ നോക്കുക. എന്നും PSC അങ്ങനെ നോക്കുന്നവർക്കുള്ളതാണ്, അല്ലാതെ ഒന്ന് വീണ് പോകുമ്പോൾ അത് വിട്ടേച്ച് പോകുന്നവർക്കുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോളം നിങ്ങളുടെ ജീവിതം എന്തിനു മാത്രമാവും യൂട്യൂബിലും ഇൻസ്റ്റയിലും അല്ലെ മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ പോയിട്ട് PSC കിട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറിപ്പോകും. അങ്ങനെ മാറുന്ന ആളുകളാണ് ഭൂരിഭാഗവും. പക്ഷേ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ലെവലിൽ എത്തിയിട്ടുണ്ട്, ഒന്നുകൂടി ഞാൻ ശ്രമിച്ചാൽ എനിക്ക് നടക്കും എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാക്കുന്ന ആളുകളാണ്. അതോടുകൂടി അങ്ങനെയുള്ള ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണ് എന്നും വിജയിച്ചിട്ടുള്ളത്. അല്ലാതെ എല്ലാവരും ആദ്യ പരീക്ഷയിൽ തന്നെ ആദ്യ റാങ്ക് നേടി സർക്കാർ ജോലി നേടിയവരായിരിക്കണം എന്നില്ല. അങ്ങനെയുള്ളവരുണ്ടാവാം, പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട. അത് എന്താണ്, നിതാന്തമായിട്ടുള്ളൊരു പരിശ്രമം അതിന് വേണം. ആ കാലഘട്ടം മുഴുവൻ നന്നായിട്ട് പരിശ്രമിച്ചിട്ട് ഈ 1.5 മണിക്കൂർ നല്ല ഫലപ്രദമായ രീതിയിൽ അത് ഉപയോഗിക്കാനും പറ്റണം. അത് ഉപയോഗിക്കാൻ പറ്റാതെ പോയവരുണ്ടാവും, എത്രയോ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, റിവിഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ, പലവിധ കാരണങ്ങൾ. ഒരുപക്ഷെ മോഡൽ എക്സാം മാക്സിമം ചെയ്യാത്തതിൻ്റെ ഒരു അപര്യാപ്തതയായിരിക്കും. കാരണം ഇന്നത്തെ ഒരു ചോദ്യ പാറ്റേണുകളുടെയും ആ ഒരു രീതിയിൽ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് പറ്റാത്തത് കൊണ്ടായിരിക്കും, കാരണം അത്രയും മോഡൽ എക്സാമുകൾ എഴുതി ശീലിക്കാത്തത് കൊണ്ടായിരിക്കും, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ മൈൻഡിലായിരിക്കും പോയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു 10, 15, 20 മാർക്കുകളൊക്കെ കുറഞ്ഞു പോകാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നല്ലേ, നമ്മൾ ആ ഒരു ഹാപ്പിനെസ് മൂഡിലാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു 10, 15 മാർക്ക് അധികം കിട്ടും. നമ്മളിത് തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പഠിച്ചുകൊണ്ട് കിട്ടിയ മാർക്കാണ്.
അതല്ല, പഠിച്ചുകൊണ്ട് പല മാർക്ക് നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നുണ്ട്, പല മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുമുണ്ട്. അതെങ്ങനെയാണ്? അത് ആ ഒരു ടൈമിൽ നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നുള്ളതനുസരിച്ച്, നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. നമ്മൾ സമ്മർദ്ദമാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ മാർക്ക് കുറയും. നമുക്ക് സമ്മർദ്ദമില്ലാതെ പരീക്ഷ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളെ മാർക്ക് കൂടും. അന്നേരം നിങ്ങൾ എപ്പോഴോ പഠിച്ച് മറന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരും. ചോദ്യം കാണുമ്പോൾ, ഓപ്ഷൻ കാണുമ്പോൾ ഒക്കെ പല ഉത്തരങ്ങളും കിട്ടും. അതേസമയം നിങ്ങൾ ടെൻഷനിലാണെങ്കിൽ നിങ്ങൾ തലേന്ന് പഠിച്ച കാര്യങ്ങൾ പോലും നിങ്ങളോട് മറന്നു പോകും. തലേന്ന് വായിച്ചു പോയ ചോദ്യം, കറണ്ട് അഫയേഴ്സ് ചോദ്യം ചിലപ്പോൾ ചോദ്യ പേപ്പർ കണ്ടാൽ പോലും ചിലപ്പോൾ സംശയം കൊണ്ട് എഴുതാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു 1.5 മണിക്കൂറിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ടെൻഷൻ അടിക്കലിലല്ല, അവിടെയാണ് പലരും നശിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ അബദ്ധം സംഭവിച്ചു പോയവർ വിഷമിക്കേണ്ട. നിങ്ങളുടെ തൊട്ട് മുന്നിൽ വരുന്ന ചാൻസിലേക്ക് നന്നായിട്ട് പ്രയത്നിക്കുക. ഇനി അവിടെ നിൽക്കട്ടെ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് അടുത്ത എന്താണോ വരുന്നത് അതൊക്കെ നോട്ടിഫിക്കേഷൻ വരട്ടെ, എന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അന്നും ഇത് തന്നെയാണ് അവസ്ഥ ഉണ്ടാവുക. കാരണം അന്നും ഇതേപോലെ തുടങ്ങി എത്തിക്കും, നമുക്ക് പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റില്ല. ആ ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മളിപ്പോൾ എന്താണ് ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്, ഒരു സാച്ചുറേറ്റഡ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പെർഫോമൻസും കൂടെ കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓക്കെ, ബൈ.